എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് റവ, അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ള അവൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ഇത് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ഗ്ലാസ് തൈര്. ഇതും നമുക്ക് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് വറുക്കാത്ത റവയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. വറുത്ത റവയാണെങ്കിലാണ് ഒരു 10 മിനിറ്റ് നേരം വെക്കേണ്ടത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട റവയൊക്കെ നന്നായിട്ട് കുതിർന്നു, അതുപോലെ തന്നെ ഇതിലുള്ള അവലും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല, നന്നായിട്ട് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ അരച്ചെടുത്തു, കണ്ട നല്ല തിക്കായിട്ടുണ്ട് മാവ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ മാവിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സി ജാറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ മാവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കുക. അതുപോലെ തന്നെ ഈ കയ്യിലോണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം. അപ്പോൾ നല്ല ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരും. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശയാണല്ലോ, ഉടനെ തന്നെ ഉണ്ടാക്കുകയാണല്ലോ, നമ്മൾ പുളിക്കാനൊന്നും വെക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ, അധികം ചേർക്കാൻ പാടില്ല. ഒരു 2 നുള്ളൊക്കെ മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാലും ഒരു മഞ്ഞ കളർ വരും. ഈ ബേക്കിംഗ് സോഡ വേഗം തന്നെ മാവിൽ കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കാം. നന്നായി പരത്തിയതിന് ശേഷം ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴാണ് ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ കണ്ട ദോശ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല റെഡ് കളർ കാണുന്നുണ്ട്. ദോശ മറിച്ചിടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഇത് ചൂട്ടോട് കൂടി കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ അടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ദോശക്കല്ലിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ തീന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തുടയ്ക്കുക. അപ്പോഴാണ് ദോശക്കല്ലിൻ്റെ ചൂട് ശരിയാവുള്ളൂ. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല മൊരിഞ്ഞ് വരും ദോശ. നമ്മുടെ ദോശ റെഡിയായി. മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട, ദോശ ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ദോശയുടെ കൂടെ തക്കാളി ചട്നിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.